ഹലോ കൂട്ടുകാരെ, ഗായ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇഞ്ചിയും മഞ്ഞളും നടുന്ന ഇത് ഞാൻ ഇന്നലെ കണ്ടമൊക്കെ എടുത്തിട്ടതാണ്. വലിയ ഭംഗിയൊന്നുമില്ല, എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എടുത്തു. ഇനി ഇതിൽ ചാണകപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇത്രയും തൂളി ബെഡ് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഇളക്കി ഇഞ്ചി ഇതിലേക്ക് വെച്ച് കൊടുത്ത് മൂടുകയാണ് ചെയ്യുന്നത്. ഇത് മഞ്ഞളിനുള്ള ബെഡ് ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. ഇഞ്ചിക്കണ്ടം, മഞ്ഞൾ കണ്ടം എന്നൊക്കെ പറയും. മണ്ണിൽ നിന്നും കുറച്ച് പൊക്കി ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് ഇതിനകത്തും ഇത് ചാണകപ്പൊടിയും, ഇത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും ഇട്ടിട്ടുണ്ട്. ഇതിലും ഇത് നമ്മളിതിലേക്ക് മഞ്ഞളാണ് നടുന്നത്. കഴിഞ്ഞ കൊല്ലം രണ്ട് മൂന്ന് കണ്ടം മഞ്ഞളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഓരോ കണ്ടം മതിയെന്ന് വെച്ചു. മഞ്ഞൾ പൊടിയൊക്കെ കുറേ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇക്കൊല്ലം കുറച്ച് നട്ടാൽ മതി എന്നങ്ങ് തീരുമാനിച്ചിട്ട് കുറച്ച് ഓരോ കണ്ടം മഞ്ഞളും ഇഞ്ചിയും ഓരോ കണ്ടമാക്കി. ഇഞ്ചി കഴിഞ്ഞ കൊല്ലത്തെ കുറേ പറിച്ച് വെച്ചിരുന്നിട്ട് അതത്ര സുഖമായില്ല, അത് കുറേയൊന്നും മുളച്ചില്ല, ഉണക്ക് ബാധിച്ചു. അത് കാരണം കൊണ്ട് ഇതുണ്ടോ നമ്മുടെ മഞ്ഞൾ വിത്ത് കണ്ടോ, നമ്മളെ തന്നെ വിത്താണ് ഇത് നമ്മളിങ്ങനെ ഓരോ കഷ്ണം ഒടിച്ചെടുത്തിട്ട് ഇങ്ങനെ മണ്ണ് മാറ്റി ഇങ്ങനെ നട്ടങ്ങ് വയ്ക്കും. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാമേ. നമ്മൾ ഇഞ്ചിക്കും മഞ്ഞളിനുമൊക്കെ നട്ടതിന് ശേഷം ഒരു പൊതയിട്ടിട്ടുണ്ട്. കരിയിലയല്ല, വാഴക്കച്ചിയും അതുപോലെ പച്ചവാഴയിലയും കപ്പയിലയും അതും ഇതുമൊക്കെ കൈ കിട്ടിയ കാടൊക്കെ പെറുക്കി നമ്മൾ പൊതയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിക്കും പൊതയിട്ട് നിർത്തിയിരിക്കുകയാണ്.